എല്ലാ കണ്ണുകളും വാഷിംഗ്ടണിലേക്കാണ്, എല്ലാ കണ്ണുകളും അമേരിക്കയിലേക്കാണ്. അമേരിക്കയുടെ നീണ്ട 4 വർഷത്തെ തകർച്ച ഇന്ന് അവസാനിക്കുമെന്ന് ട്രംപ്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരി 20-ന്, അതായത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. അമേരിക്കയുടെ 4 വർഷത്തെ തകർച്ചയ്ക്ക് തിരശ്ശീല വീഴുമെന്നും അമേരിക്കയ്ക്ക് ശക്തിയുടെയും അഭിവൃദ്ധിയുടെയും അതുപോലെ അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും ഒരു പുതിയ ദിനം ആരംഭിക്കുമെന്നും ട്രംപ് പറയുന്നു. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് വൈറ്റ് ഹൌസിൽ തന്റെ 2ാം ടേമിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കും. സ്ഥാനാരോഹണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒരു നാടകീയമായ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ നീക്കം. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം US തലസ്ഥാനമായ വാഷിംഗ്ടണിൽ നടന്ന റാലി. ഇന്നത്തെ ഇനോഗ്രേഷൻ ഫംഗ്ഷന് മുൻപ് വാഷിംഗ്ടണിൽ തന്റെ പ്രചാരണ ശൈലിയിലുള്ള ഒരു പ്രീ ഇനോഗ്രൽ റാലിയിലാണ് ട്രംപിന്റെ പരാമർശങ്ങൾ വരുന്നത്. ഫെഡറൽ ഗവൺമെന്റിനെ പുനർനിർമ്മിക്കുകയും ഫെഡറൽ മുൻഗണനകൾ അതിവേഗം മാറ്റുകയും ചെയ്യുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തു. പ്രീ ഇനോഗ്രൽ റാലി ദേശീയഗാനം, പ്രാർത്ഥന, സംഗീതജ്ഞൻ കിഡ് റോക്കിന്റെ ഷോ എന്നിവയോടെയാണ് ആരംഭിച്ചത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ആദ്യ ദിനവും ഏറ്റവും വലിയ ആദ്യ ആഴ്ചയും ഏറ്റവും അസാധാരണമായ ആദ്യ 100 ദിവസവുമാണ് നൽകാൻ പോകുന്നതെന്നും ട്രംപ്. മണിക്കൂറുകൾക്കുള്ളിൽ തന്റെ മുൻഗാമിയായ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡന്റെ എക്സിക്യൂട്ടീവ് നടപടികൾ പിൻവലിക്കുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തു. വാഷിംഗ്ടണിലെ പരാജയപ്പെട്ടതും അഴിമതി നിറഞ്ഞതുമായ ഭരണം ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം തുടർന്നു. US പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ആദ്യ ദിന പദ്ധതി വെളിപ്പെടുത്താൻ ട്രംപ് ഈ അവസരം ഉപയോഗിച്ചു. വാഷിംഗ്ടണിൽ ഡൗൺ ടൗണിലെ ക്യാപിറ്റൽ 1 അരീനയിൽ നടന്ന പ്രസംഗത്തിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് വിജയാഘോഷത്തിനായി പല ഏകപക്ഷീയമായ നടപടികളിലൂടെ തന്റെ അജണ്ട ആരംഭിക്കുമെന്ന് ട്രംപ് പറയുന്നു. അങ്ങേയറ്റം സന്തോഷിപ്പിക്കാൻ പോകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ജനം കാണാൻ പോകുന്നുവെന്നും ട്രംപ്. US മെക്സിക്കോ അതിർത്തിയിൽ അടിച്ചമർത്തൽ മുതൽ എണ്ണ ഖനനം പ്രോത്സാഹിപ്പിക്കുക, ഫെഡറൽ തൊഴിലാളികളെ നിയന്ത്രിക്കുക, ഡൈവേഴ്സിറ്റി പരിപാടികൾ ഇല്ലാതാക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വേഗം നടപടിയെടുക്കുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. തന്റെ അനുകൂലികളോടുള്ള നന്ദി പറയാനും ട്രംപ് മറന്നില്ല. അനുകൂലികളുടെ പങ്ക് ട്രംപ് വീണ്ടും വാഴ്ത്തിപ്പാടി. നവംബറിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതു മുതൽ ഇലോൺ മസ്ക് ട്രംപിന്റെ നിഴലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റാലിക്കിടെ മസ്കിനോട് സ്റ്റേജിൽ വരാൻ ട്രംപ് ആവശ്യപ്പെട്ടതിൽ അതിശയിക്കാനൊന്നുമില്ല. ഫെഡറൽ ഗവൺമെന്റിനെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ഒരു പ്രത്യേക കമ്മീഷൻ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നതിന് ട്രംപ് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഇലോൺ മസ്കും രംഗത്തെത്തി. പിന്നാലെ അടുത്ത വാഗ്ദാനം, ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഹോളിവുഡിലെ പ്രത്യേക അംബാസിഡറായി ട്രംപ് നാമകരണം ചെയ്ത നടൻ ജോൺ വോയ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ നമ്മുടെ ഹീറോ എന്ന് വാഴ്ത്തിപ്പാടി. അമേരിക്കൻ ജനതയെ ഒരിക്കലും കൈവിടാത്ത ഒരു മനുഷ്യൻ, ജനങ്ങളും ട്രംപിനെ ഒരിക്കലും കൈവിട്ടില്ല എന്നും പറയുന്നു. ഇനി ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫായും അഡ്മിനിസ്ട്രേഷന്റെ വാഗ്ദാനവും ഹാർഡ് ലൈൻ ഇമിഗ്രേഷൻ നയങ്ങളുടെ പ്രധാന ശില്പിയുമായ സ്റ്റീഫൻ മില്ലറുടെ അവസരം. നീതി വരുന്നുവെന്ന് പ്രതിജ്ഞയെടുത്തു അദ്ദേഹം. രാജ്യത്തെയും ജനാധിപത്യത്തെയും തിരികെ കൊണ്ടുവരാൻ പോവുകയാണെന്നും ഡൊണാൾഡ് ജെ ട്രംപ് ഈ രാജ്യത്തെ രക്ഷിക്കാൻ പോവുകയാണെന്നും മില്ലർ കൂട്ടിച്ചേർത്തു.